യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്നത്? രാഹുൽ ഗാന്ധിയും ഇവരെല്ലാം നയിക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെയാണോ അദ്ദേഹം നിൽക്കുന്നത്? അത് BJPയുടെ വാദമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ? രണ്ടാമത്തേത്, ഇത് പറഞ്ഞിട്ട് ഒന്ന് കടത്തി പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വർഗീയത പ്രചരിപ്പിക്കുന്നു. മുസ്ലിം വിശ്വാസം അനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവരെ പാടുള്ളൂ എന്ന നിലപാട് BJP, ഇവരെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാട് ഇപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുമ്പോൾ BJPയുടെ വ്യക്തമായിട്ട് ശ്രീ VD സതീശൻ പറയാണ് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്നു. എനിക്കൊന്ന് KC വേണുഗോപാൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും. പാർലമെന്റിൽ ശക്തമായിട്ട് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിച്ചത്. വഖഫ് ബോർഡിനകത്ത് ഇതര മുസ്ലിം ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള നിലപാട് വർഗീയമാണ് എന്ന് പറഞ്ഞാൽ, ഉൾപ്പെടുത്തരുത് എന്ന നിലപാട് പറയുന്നത് വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്നത്? രാഹുൽ ഗാന്ധിയും ഇവരെല്ലാം നയിക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെയാണോ അദ്ദേഹം നിൽക്കുന്നത്? അത് BJPയുടെ വാദമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്തൊന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞു, ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി, കേരളത്തിലാണ് പിണറായി ഗവൺമെന്റ്, അവരാണ് ഇത് നോട്ടിഫൈ ചെയ്തത്. അപ്പൊ തമിഴ്നാടിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഞാൻ നോക്കിയായിരുന്നു. തമിഴ്നാട് നോട്ടിഫിക്കേഷൻ 28/11/2025. അത് 2025 നവംബർ 28 തമിഴ്നാട് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ, ദ ഗവൺമെന്റ് ഹാവ് therefore decided to constitute the Tamil Nadu Waqf Board by appointing the following persons as members. ഇത് വരുന്നത് നവംബർ 2025 നവംബർ 28. ഏറ്റവും കുറഞ്ഞത് ഈ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, മുസ്ലിം ലീഗ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ തിരു കെ നവസാനി MP, അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇതിനകത്ത് പ്രധാനമായി നയിക്കുന്നത് ലീഗിന്റെ ആളുകൾ കൂടി ഉള്ളതാണ് തമിഴ്നാടിന്റെ ബോർഡ്. ആ തമിഴ്നാട് ബോർഡ് DMK ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കൂ. കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് 4/2/2026. 2026 ഫെബ്രുവരി കഴിഞ്ഞിട്ടാണോ 2025 നവംബർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വരുന്നത്? ഇതെല്ലാം ഇപ്പൊ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. പണ്ടത്തെ പോലെ ഇങ്ങനെ പറഞ്ഞ് വാചക കസർത്ത് കൊണ്ടും ശരീരഭാഷ കൊണ്ടും നിൽക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയാണ്, പഴയ പ്രതിപക്ഷ നേതാവല്ല. വസ്തുതകൾ ആധികാരികം ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം സ്റ്റേ ഇല്ല, അതുകൊണ്ട് BJP ഗവൺമെന്റുകൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ അതിന് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നു, ഞങ്ങളുടെ നിലപാട് ഇപ്പൊ മാറി എന്ന് പറയാലോ. അദ്ദേഹം പിന്നെ പറഞ്ഞത് അവരെഴുതി വെച്ചിട്ടുണ്ട് 2 നോൺ മുസ്ലിമുകളെ പിന്നെ ഉൾപ്പെടുത്തും, 2 or 3 പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്കെതിരെ എന്താ എഴുതി വെച്ചത്? അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 2 members ഷാൽ ബി മെയ്ഡ് ഷോർട്ട്ലി. ദ അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 2 members. റിമൈനിങ് 2 members ബാർ കൗൺസിൽ അമുസ്ലിമാണോ? അല്ലല്ലോ. ഇതിനകത്തും ഇന്ന് 2 മുസ്ലിം ഇതര വേണമെന്ന് നിയമം പറയുന്നുണ്ട്. നമ്മൾ 2 പേരെ ഒഴിവാക്കിയിട്ടിരിക്കുന്നു. അത് എവിടെയെങ്കിലും നോൺ മുസ്ലിം എന്ന പരാമർശം ഈ നോട്ടിഫിക്കേഷനകത്തുണ്ടോ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ നേരത്തെയുള്ള ഗവൺമെന്റ് തുടർച്ചയാണല്ലോ, ആ ഗവൺമെന്റ് ഓർഡർ നിൽക്കല്ലേ, വിജ്ഞാപനം നിൽക്കല്ലേ. ഇത് സാധാരണ പൗരൻ പോലാകേണ്ട ഏതൊരാൾക്കും ലോകത്ത് കിട്ടാവുന്നൊരു ഡോക്യുമെന്റ് നിൽക്കുമ്പോൾ ആ ഡോക്യുമെന്റ് ഘടകവിരുദ്ധമായിട്ട് ആധികാരികമെന്ന മട്ടിൽ നുണകൾ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് വിളമ്പാൻ കഴിയുന്നു?